ഹലോ. അപ്പോൾ ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഇപ്പോൾ മോർണിംഗ് തന്നെ ഞാൻ ബ്രഷും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പം കൂടുതലായിട്ട് ഈ പേപ്പറിലാണ് പ്രിൻ്റ് എടുക്കാറുള്ളത്. ഇപ്പോൾ ഇത് 220 JSMൻ്റെ പേപ്പറാണ് കേട്ടോ. പ്രിൻ്റ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ടു ഡു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടു ഡു ലിസ്റ്റ് കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാറില്ല. ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാണ്ട് ഭയങ്കര ലേസിയാണ് ഇപ്പം എൻ്റെ ലൈഫ്. അപ്പോൾ അത് ഒന്നും കൂടെ അടുത്ത വർഷത്തേക്ക് ഇപ്പോൾ നമ്മൾ പ്ലാനറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താൽ അപ്പോഴത്തേക്ക് അത് സെറ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിൽ ചാമ്പക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ കസിന് പറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ചാമ്പക്ക എന്ന് പറയുമ്പോൾ ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സാധനമാണ് ചാമ്പക്ക. അത് എവിടെ കണ്ടാലും എനിക്ക് പോയി ചോദിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു ചെറുതാവുന്ന സമയത്ത് കേട്ടോ. ബാക്കിയുള്ള ഒരു കാര്യത്തിനും എനിക്ക് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യണം. പക്ഷെ ചാമ്പയ്ക്കുള്ള വീട്ടിൽ കയറി ചാമ്പക്ക തരുമോ എന്ന് ചോദിക്കാൻ എനിക്ക് ഒരു എളുപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതേപോലെ ഇപ്പം ഞാൻ കൊടുക്കാൻ പോകുന്ന കസിനില്ലേ, ഓളും ഞാനും കൂടി ഇരുന്നു. അവളെ വീടിൻ്റെ അടുത്ത് ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, ഒരു പ്രായമുള്ള. അതിൽ അച്ഛൻ മരിച്ചു കേട്ടോ. അപ്പം ആ അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് എപ്പോഴും ഞങ്ങൾ പോയി ചാമ്പക്ക പെറുക്കും. അങ്ങനെയൊക്കെയുള്ള മെമ്മറീസ് ഉണ്ട്, കുറേ നോസ്റ്റ് മെമ്മറീസ്. അപ്പം ഞാനിതൊക്കെ പറിച്ചതിന് ശേഷം കൊടുക്കേണ്ടവർക്കൊക്കെ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതൊക്കെ നോക്കിയിട്ട് മാറ്റി മാറ്റി വെച്ചു. പിന്നെ ഇമ്മക്ക് കറിക്കും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം കേട്ടോ. ഈ കിച്ചണിൽ ഈ കുക്കിങ്ങാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ ഇന്ന് ഞാൻ കുക്കിംഗ് ഒന്നും ചെയ്തില്ല. ഇന്നൊരു ഫുൾ ഞാനിങ്ങനെ വീഡിയോയും കാര്യങ്ങളും എടുത്ത് നടന്നുകൊണ്ടാണോന്നും അറിയില്ല, കുക്കിങ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എല്ലാ വെജീസും കട്ടൊക്കെ ചെയ്ത് അങ്ങനത്തെ നീറ്റൊക്കെ ചെയ്ത് കൊടുത്തു. അങ്ങനത്തെ ഒക്കെ ചെയ്തു. കിച്ചൺ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇന്നൊരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം പരിപാടിയൊക്കെ കഴിച്ചിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്തത്. ഇതിൽ ഞാൻ ഫുഡ് കഴിക്കുന്നത് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ബാക്കിയുള്ള എല്ലാ വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ പോയി കുളിച്ചും പറഞ്ഞല്ലോ, വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലോട്ട് അത് കൊടുക്കാൻ വേണ്ടി പോയി. ഇത് അവിടേക്ക് പോകുന്ന വഴിയാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ പ്രേതാലയമാണോന്ന്. റൈറ്റ് വഴി ഇതല്ല, വേറെ വഴിയാണ്. പക്ഷെ ഞാൻ ഇതിലെയാണ് പോയത്. പിന്നെ അവിടെ ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറുതാകുമ്പോൾ ഇവിടെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല ഭംഗി അവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളെ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അത് കൊടുത്ത്, എൻ്റെ ഒരു അനാർക്കലി അവളെ കയ്യിലുണ്ടായിരുന്നു, അതും വാങ്ങി ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഉമ്മ ഈ മുളകൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉമ്മൻ്റെ കൂടെ പോയി അവിടെ നിന്ന്. പിന്നെ ഈവനിങ്ങിലോട്ട് മുട്ട പുഴുങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും ഉമ്മ കോഫി ഉണ്ടാക്കി. ഞാനങ്ങനെ കോഫി കുടിക്കാത്ത ആളാണ്, വർഷത്തിൽ ഒരിക്കലൊക്കെ കുടിക്കുകയുള്ളൂ. ടീ തീരെയും കുടിക്കില്ല. അപ്പം ഉമ്മ ഉണ്ടാക്കിയപ്പം കുടിച്ചു. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.